ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കി. ഞാനുണ്ടല്ലോ നേരത്തെ ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് KSRTC സ്റ്റാൻഡിൽ വെച്ച് ഉല്ലാസയാത്രയ്ക്ക് പോണ ബസ് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, ഇപ്പോൾ ചാലക്കുടി പോലെ ആകുമ്പോൾ ചാലക്കുടി ഏരിയയിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണല്ലോ. അങ്ങനെ അവരെല്ലാവരും കയറുന്നത് കണ്ടു, പരിചയപ്പെടുന്നതൊക്കെ കണ്ടു. അങ്ങനെ ഒരു ബസ് വന്ന് നിർത്തിയിട്ടപ്പോൾ എല്ലാവരും കയറി. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തേട്ടോ. അങ്ങനെ അവർ കയറുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു കാര്യമല്ലേ KSRTC ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ചെറിയ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാനും അതുപോലെ കൂട്ടില്ലാതെ യാത്ര ചെയ്യാൻ വിഷമിക്കുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ യാത്ര ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. ഞാനങ്ങനെ അവിടെ നിന്ന് തൃശ്ശൂർക്ക് കയറി. തൃശ്ശൂരിൽ നിന്ന് അമലയിലേക്കും വന്നു. ഡ്യൂട്ടിക്കൊക്കെ കയറി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് നല്ല മഴ കണ്ടപ്പോൾ നമുക്ക് ഐസ്ക്രീം കഴിക്കണമല്ലോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ നടന്ന് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ച കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. എല്ലാവരും എമർജൻസി തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ മുൻപേക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയത്ത് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അവരവിടെ നിന്നു. അവരുടെ അടുത്ത് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അവർ പോകാനായിട്ട് നിൽക്കുമായിരുന്നു. മീൻസ് ഞാൻ ഓൾറെഡി ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വന്നതാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് അവർ വേറെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്, ഞാൻ വേറെ ഹോസ്റ്റലിൽ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പകുതിക്ക് വെച്ച് പിരിഞ്ഞു പോയി. എല്ലാവരും പല പല ഹോസ്റ്റലിലാട്ടോ താമസിക്കുന്നത്. അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു നാളത്തെ ഡ്യൂട്ടി ഏതാ അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു മഴയത്ത്. അപ്പോൾ മഴയത്ത് അവർക്കാണെങ്കിൽ ഒരു കുടയിലാണ് അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവർ തണുത്ത് കുറച്ചിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ അടുത്ത ശരിയാന്നാൽ പോവാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ അവിടെ വെച്ച് പിരിഞ്ഞു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞു. രാവിലെ മോർണിംഗ് ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പിരിഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങോട്ടും പോന്നു, എൻ്റെ ഹോസ്റ്റലിൻ്റെ അവിടേക്ക്. അപ്പോൾ നല്ല മഴയത്ത് ഇങ്ങനെ സത്യം പറഞ്ഞാൽ മഴയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മഴയത്ത് കുറച്ച് നേരം തനിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അടിപ്പാടി ഇങ്ങനെ നടക്കുമായിരുന്നു.